എല്ലാവർക്കും നമസ്കാരം. ഓപ്പറേഷൻസ് റിസർച്ചിലെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് സിംപ്ലക്സ് മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് മുഴുവനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് വരുന്നവയായിരുന്നു. നമുക്കറിയാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിന്റിനെ ഈക്വൽ സൈൻ ആക്കി മാറ്റാൻ നമ്മൾ അവിടെയൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വേരിയബിൾ ഉണ്ടല്ലോ. എന്താണ് അതിന്റെ പേര്? സ്ലാക്ക് വേരിയബിൾ. ഈ സ്ലാക്ക് വേരിയബിൾ എന്താണ് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിന്റിനെ ഈക്വൽ സൈൻ ആക്കി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യുന്ന വേരിയബിൾ ആണ് സ്ലാക്ക് വേരിയബിൾ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് മാത്രമല്ല LPPയിലുള്ളത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസും ഈക്വൽ സൈൻ ഉള്ള കൺസ്ട്രെയിൻസും ഉണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസിനെ ഈക്വൽ സൈൻ ആക്കി മാറ്റുവാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുന്ന വേരിയബിളിന്റെ പേരാണ് സർപ്ലസ് വേരിയബിൾ. സ്ലാക്ക് ആൻഡ് സർപ്ലസ് വേരിയബിൾസിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസും, എന്തുകൊണ്ടാണ് സ്ലാക്ക് ആഡ് ചെയ്യുന്നത്, സർപ്ലസ് എന്തുകൊണ്ടാണ് മൈനസ് ചെയ്യുന്നത് എന്നൊക്കെ ചേർത്ത് നമ്മുടെ ചാനലിൽ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത് കാണാത്തവർക്കായി ഞാനിവിടെ ഐ ബട്ടണിലും കൊടുക്കാം. സ്ലാക്ക് വേരിയബിളിനെയും സർപ്ലസ് വേരിയബിളിനെയും റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ S1 S2 പോലുള്ള വേരിയബിൾസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാറ്റഗറിയാണ് ഈക്വൽ സൈൻ വരുന്ന കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവോ വരുമ്പോൾ അവയെ ചേഞ്ച് ചെയ്ത് ഈക്വൽ സൈൻ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് സിംപ്ലക്സിൽ സ്ലാക്ക് ആൻഡ് സർപ്ലസ് വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. ഓൾറെഡി ഈക്വൽ ടു ആയിട്ടുള്ള കൺസ്ട്രെയിൻസിൽ സ്ലാക്ക് വേരിയബിളിന്റെയോ സർപ്ലസ് വേരിയബിളിന്റെയോ ആവശ്യം വരുന്നില്ല. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് വേരിയബിൾസിനെ പരിചയപ്പെടാം. അതാണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ ഫിക്ടിഷ്യസ് വേരിയബിൾസ്. ഫിക്ടീഷ്യസ് മീൻസ് ഇമാജിനറി. തികച്ചും സാങ്കല്പികമായ, റിയൽ അല്ലാത്ത വേരിയബിൾസ് ആണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. കാരണം സ്ലാക്ക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് അൺയൂസ്ഡ് റിസോഴ്സസ് ആണ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന റിസോഴ്സസിനെയാണ് സ്ലാക്ക് വേരിയബിൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ സർപ്ലസ് ആണെങ്കിലോ പെർമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസിനേക്കാൾ കൂടുതൽ നമ്മൾ ഉപയോഗിച്ചു പോയ അളവിനെയാണ് സർപ്ലസ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന് ഇങ്ങനെ ഫിസിക്കൽ വാല്യൂവിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ഇല്ല. ദേ ഹാവ് നോ ഫിസിക്കൽ മീനിങ്. പിന്നെ എന്തിനാണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഷണൽ പർപ്പസിന് വേണ്ടി എന്നതാണ് ഉത്തരം. സിംപ്ലക്സ് ടേബിൾ സോൾവ് ചെയ്യാൻ ഒരു സ്റ്റാർട്ടിംഗ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടുന്നതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. അതെന്തിനാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസോ അതേപോലെ ഈക്വൽ ടു വരുന്ന കൺസ്ട്രെയിൻസോ വരുമ്പോഴാണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഉപയോഗിക്കേണ്ടതെന്ന് മാത്രം മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് കൺസ്ട്രെയിൻസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിന്റ് ആണെങ്കിൽ സർപ്ലസ് വേരിയബിൾ മൈനസ് ചെയ്തതിന് ശേഷം ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ S1 സർപ്ലസ് വേരിയബിളും A1 ആർട്ടിഫിഷ്യൽ വേരിയബിളും ആണ്. ഈക്വൽ ടു കൺസ്ട്രെയിന്റ് ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ A2 ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആണ്. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിന്റ് വന്നു, അല്ലെങ്കിൽ ഈക്വൽ ടു കൺസ്ട്രെയിന്റ് വന്നു, അവിടെ ഉറപ്പായിട്ടും ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ ആവശ്യമുണ്ട് എന്ന് വിചാരിക്കരുത്. ആസ് പെർ ദ റിക്വയർമെന്റ്, അതായത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള രണ്ട് ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസിലും ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ സ്ലാക്ക് വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം. ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിന്റ് ആണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും സർപ്ലസ് വേരിയബിളും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം. പക്ഷേ ആർട്ടിഫിഷ്യൽ വേരിയബിൾ റിക്വയർമെന്റ് അനുസരിച്ച് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട വേരിയബിൾ ആണ്. ആവശ്യമെങ്കിൽ മാത്രം എന്ന് പറഞ്ഞതിനൊരു കാരണമുണ്ട്. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ഇനി എന്തിനാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു, അതൊരു ഫിസിക്കൽ മീനിങ് ഇല്ലാത്ത ഒരു ഇമാജിനറി വേരിയബിൾ ആണ്. പിന്നെ എന്തുകൊണ്ടാണ് അതിനെ നമ്മൾ സിംപ്ലക്സ് മെത്തേഡിലേക്ക് ഉപയോഗിക്കാൻ കാരണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിന്റ് ആണെങ്കിൽ സർപ്ലസ് വേരിയബിൾ മാത്രം ഉപയോഗിച്ചാൽ പോരെ? അവിടെ എന്തിനാണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ? അത് നമുക്ക് നോക്കാം. ആർട്ടിഫിഷ്യൽ വേരിയബിൾ ടെക്നിക്. ആർട്ടിഫിഷ്യൽ വേരിയബിൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിറ്റുവേഷൻ ഒന്ന് കൺസിഡർ ചെയ്യുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസിൽ സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടുമല്ലോ. ഇനി ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ S1 S2 S3യുടെ കോളംസ് 1 0 0 0 1 0 0 0 1 ഇങ്ങനെയുള്ള കോളംസിനെയാണ് യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്.
ഈ കോളംസ് ഇങ്ങനെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ അതിനെ യൂണിറ്റ് മെട്രിക്സ് എന്നും വിളിക്കാം. യൂണിറ്റ് വെക്ടേഴ്സ് ഉള്ള വേരിയബിൾസിനെയാണ് ഫസ്റ്റ് നമ്മൾ ബേസിസ് കോളമായ ബി കോളത്തിലേക്ക് എഴുതുന്നത്. അങ്ങനെ ബി കോളത്തിലെ വേരിയബിൾസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവയ്ക്ക് കറസ്പോണ്ടിങ് എക്സ് ബി കോളത്തിൽ വാല്യൂസ് കിട്ടുന്നു. അപ്പോൾ നമുക്കിവിടെ S1 = 7, S2 = 12, S3 = 10, X1ഉം X2ഉം X3യും ബേസിസിൽ ഇല്ലാത്തതുകൊണ്ട് അതിന്റെ എല്ലാം വാല്യൂ 0 എന്ന് എഴുതാമല്ലോ. ഇതും ഒരു സൊല്യൂഷൻ ആണ്. ഇങ്ങനെ എത്ര സിംപ്ലക്സ് ടേബിൾ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിലും ബി കോളവും എക്സ് ബി കോളവും കൂടെ ചേർത്ത് നമുക്ക് ഓരോ ടേബിളിലും നമുക്ക് സൊല്യൂഷൻ എഴുതാൻ സാധിക്കുന്നു. എന്നാൽ ഇതൊന്നും ഫൈനൽ ആയിട്ടുള്ള ഒപ്റ്റിമം സൊല്യൂഷൻ അല്ല. ഒപ്റ്റിമം സൊല്യൂഷൻ എപ്പോഴും എല്ലാ ഡെൽറ്റ ജെ വാല്യൂസും പോസിറ്റീവ് കിട്ടിയ ലാസ്റ്റ് സിംപ്ലക്സ് ടേബിളിലെ സൊല്യൂഷൻ ആണ്. സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിളിൽ നിന്ന് കിട്ടുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർട്ടിംഗ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ, IBFS. ഈ IBFSനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഐറ്ററേഷൻസിലൂടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആക്കി മാറ്റുകയാണ് സിംപ്ലക്സ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിളിൽ നിന്ന് IBFS കിട്ടണമെങ്കിൽ ബി കോളത്തിൽ വേരിയബിൾസ് ഉണ്ടാവണം. ഇനി ഈ ബി കോളത്തിൽ വേരിയബിൾസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ വേരിയബിൾസിന് കറസ്പോണ്ടിങ് സിംപ്ലക്സ് ടേബിളിൽ യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ടാവണം. സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി യൂണിറ്റ് വെക്ടേഴ്സ് സിംപ്ലക്സ് ടേബിളിലേക്ക് വരുന്നു. എന്തുകൊണ്ടാണത്? സ്ലാക്ക് വേരിയബിൾസ് കൺസ്ട്രെയിന്റിന്റെ ഒപ്പം ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. S1 ഫസ്റ്റ് കൺസ്ട്രെയിന്റിൽ ആഡ് ചെയ്യുമ്പോൾ S1ന്റെ കോഎഫിഷ്യന്റ് +1 ആകുന്നു. S1 ബാക്കി കൺസ്ട്രെയിൻസിൽ ഇല്ലാത്തതുകൊണ്ട് കോഎഫിഷ്യൻസ് 0യും. അങ്ങനെയാവുമ്പോൾ S1ന്റെ കോളം 1 0 0 എന്നാവുന്നു സിംപ്ലക്സ് ടേബിളിൽ. ബാക്കിയുള്ള S2ന്റെയും S3യുടെയും ഇനി എത്ര സ്ലാക്ക് വേരിയബിൾസ് ഉണ്ടോ അതിന്റെ എല്ലാം കോഎഫിഷ്യൻസും ഇതേപോലെ നമുക്ക് യൂണിറ്റ് വെക്ടേഴ്സ് ആയിട്ട് കിട്ടാൻ കാരണം അതാണ്. സർപ്ലസ് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇതല്ല സ്ഥിതി. സർപ്ലസ് വേരിയബിൾസ് കൺസ്ട്രെയിന്റിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കോഎഫിഷ്യൻസ് -1 ആയിട്ട് മാറുന്നു. അപ്പോൾ സിംപ്ലക്സ് ടേബിളിൽ സർപ്ലസ് വേരിയബിളിന്റെ കോളംസ് -1 0 0 -1 എന്ന രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അതായത് യൂണിറ്റ് വെക്ടേഴ്സ് അല്ലെന്ന് സാരം. യൂണിറ്റ് വെക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് S1നെയോ S2നെയോ നമുക്ക് ബി കോളത്തിലേക്ക്, അതായത് ബേസിസ് കോളത്തിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. ബേസിസ് കോളത്തിൽ വേരിയബിൾസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിളിൽ നിന്നും ഒരു ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ സെറ്റപ്പ് ചെയ്യാനും സാധിക്കില്ല. ഇങ്ങനെ വരുമ്പോൾ യൂണിറ്റ് വെക്ടേഴ്സിനെ സിംപ്ലക്സ് ടേബിളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും റിക്വയർമെന്റ് അനുസരിച്ച് മാത്രം ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മിനിമം നമ്പർ ഓഫ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കാരണം ഫിക്ടീഷ്യസ് വേരിയബിൾസ് ആണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. അത് സിംപ്ലക്സ് ടേബിളിലേക്ക് ആവശ്യത്തിന് മാത്രം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ് ഉചിതം. അതായത് ഇവിടെ സിംപ്ലക്സ് ടേബിൾ ശ്രദ്ധിച്ചാൽ അറിയാം, X1ന്റെ കോളം 1 0 എന്നാണ്. അതായത് X1ന് ഇവിടെ ആദ്യത്തെ യൂണിറ്റ് വെക്ടറായ 1 0 കിട്ടിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് X1നെ ബി കോളത്തിന്റെ ആദ്യത്തെ എലമെന്റ് ആയിട്ട് എൻ്റർ ചെയ്യാം. ഇനി വേണ്ടത് 0 1 യൂണിറ്റ് വെക്ടർ ആണ്. അത് സിംപ്ലക്സ് ടേബിൾ ഇല്ലാത്തത് കൊണ്ട് സെക്കൻഡ് കൺസ്ട്രെയിന്റിലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ആഡ് ചെയ്യുക. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾ A1ന്റെ കോളം സിംപ്ലക്സ് ടേബിളിലേക്ക് ചേർക്കുമ്പോൾ 0 1 എന്ന കോളം വരികയും A1നെ നമുക്ക് ബിയിലെ സെക്കൻഡ് എലമെന്റ് ആയി എൻ്റർ ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ സർപ്ലസ് വേരിയബിൾ ഫസ്റ്റ് കൺസ്ട്രെയിന്റിൽ നിന്നും സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ആഡ് ചെയ്തിട്ടില്ല. സെക്കൻഡ് കൺസ്ട്രെയിന്റിൽ മാത്രമാണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്തത്. ഇതാണ് നേരത്തെ പറഞ്ഞത് റിക്വയർമെന്റ് അനുസരിച്ച് മാത്രം ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ആഡ് ചെയ്യുക എന്ന്. സപ്പോസ് X1ന്റെ കോളം 1 0 എന്നുള്ള രീതിയിലായിരുന്നില്ല എങ്കിൽ നമുക്ക് ഫസ്റ്റ് കൺസ്ട്രെയിന്റിലും ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നേനെ. അപ്പോൾ ഡിസിഷൻ വേരിയബിൾസിൽ ഏതെങ്കിലും വേരിയബിൾസിനൊക്കെ യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ യൂണിറ്റ് വെക്ടേഴ്സ് വരുന്ന ഓർഡർ അനുസരിച്ച് ആ വേരിയബിൾസിനെ നമുക്ക് സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിളിലെ ബേസിസ് കോളത്തിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസിന്റെ കേസിൽ അവിടെ ഡിസിഷൻ വേരിയബിൾസ് ആയ X1 X2 പോലുള്ളവയ്ക്ക്
യൂണിറ്റ് വെക്ടേഴ്സ് വന്നാൽ പോലും നമ്മൾ ഫസ്റ്റ് ബേസിസ് കോളത്തിലേക്ക് എൻ്റർ ചെയ്യേണ്ടത് സ്ലാക്ക് വേരിയബിളിനെ തന്നെയായിരിക്കണം. സിംപ്ലക്സ് ടേബിളിൽ ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ എണ്ണം പരമാവധി കുറച്ചു നിർത്തുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. അത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം. അങ്ങനെ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിളിൽ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടുകയും അത് വെച്ച് സിംപ്ലക്സ് മെത്തേഡിലൂടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും സാധിക്കുന്നു. ഇങ്ങനെ LPP ക്വസ്റ്റ്യൻസ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന്റെ സഹായത്താൽ സോൾവ് ചെയ്യുന്ന ടെക്നിക്കാണ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ടെക്നിക്ക്. ആൻഡ് ക്വസ്റ്റ്യൻസ് സിംപ്ലക്സ് മെത്തേഡിൽ കൂടെ തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഉപയോഗിച്ചിട്ടുള്ള സിംപ്ലക്സ് മെത്തേഡിനെ നമുക്ക് ബിഗ് എം മെത്തേഡ് എന്നും പറയാം. ബിഗ് എം മെത്തേഡ് സിംപ്ലക്സ് മെത്തേഡിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ്. സിംപ്ലക്സ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി യൂണിറ്റ് വെക്ടേഴ്സ് സിംപ്ലക്സ് ടേബിളിൽ ഇല്ലാതെ വരികയും ഒരു സ്റ്റാർട്ടിംഗ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ അഥവാ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഇല്ലാതെ ആവുകയും ചെയ്യുന്ന സിറ്റുവേഷനിലാണ് ബിഗ് എം മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ബിഗ് എം മെത്തേഡിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? ബിഗ് എം മെത്തേഡിന്റെ അൽഗോരിതം, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്